ഉണ്ടോ നമ്മുടെ തക്കാളി ഞാൻ പാകിയിട്ട് പറിച്ചെടുത്തില്ല. വിത്താണ് പറിച്ചേക്കാം. മേഡം കണ്ടോ, പാകിയോടത്ത് കിട്ടണമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് പറിക്കട്ടെ. ഇവിടെ വന്നു ഇതുകൊണ്ട് നടാം. നട്ട പയർ വേണ്ട, പയർ ഇരിക്കണം നോക്കാം. നോക്കിക്കേ. ഞാനതുകൊണ്ട് നിർത്തി കേട്ടോ. ഇനി വേനൽ കഴിഞ്ഞാൽ നമ്മുടെ പയറൊക്കെ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് ഞാനത് കടയോടെ പറിച്ചു നട്ടു വയ്ക്കും. ഒരു തക്കാളി ആ ചോട്ടി നടാം. ഇപ്പോൾ ഒരു പച്ചക്കറി ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണ്ടേ. ഇനി നമ്മുടെ ഈ വഴുതന ഇതുണ്ടോ, വിത്തിന് വേണ്ടി ഞാൻ ചീര കൊണ്ടുവന്നത് വിത്ത് ഇഷ്ടമാതിരി ചാടിക്കോളൂ കേട്ടോ. ഈ വഴുതനയൊക്കെ ഇനി ഉണ്ടായി വന്നിട്ട് വേണം. നമ്മുടെ ചതുരപ്പയർ ഞാൻ പറഞ്ഞ് തീർന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ ചതുരപ്പയർ ഇതാ കാണിച്ചാൽ ഉണങ്ങിപ്പോയിട്ടോ. കണ്ടോ, വാർക്കയിലേക്ക് കിടന്ന് ഫുള്ള് ഉണങ്ങി. കണ്ടോ, ഫുള്ള് കരിഞ്ഞ് കിടക്കണം. കണ്ടോ, ഫുള്ള് കരിഞ്ഞ് പോയിട്ടോ. ഇപ്പം തൽക്കാലത്തേക്ക് ഇതേ നമ്മുടെ തക്കാളി ഫുള്ള് ഉണങ്ങിപ്പോയതാണ്. അത് പറിച്ചെടുക്കാനുള്ളൂ. പാവന്തയും ജാതിത്തൈയൊക്കെ ഒരുക്കിയ ദിവസം തന്നെയാട്ടോ ഈ വീഡിയോ ചെയ്തോ. എന്താ പോയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. അത് നന്നായിട്ട് മടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തേക്ക് ഈ പയറിനൊക്കെ കിളയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് കിളയ്ക്കുമ്പോൾ അങ്ങനെ ക്ഷീണം തോന്നില്ലായിരുന്നു. ഇപ്പോൾ ആണ്ടിലും കൊല്ലത്തിലൊക്കെ കിളച്ചിട്ടാന്ന് തോന്നുന്നു. നന്നായിട്ട് മടുത്ത പോലെ തോന്നുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം കാട്ടിത്തരാനാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 3 ആഴ്ച മുമ്പ് ക്യാബേജിൻ്റെ വിത്ത് പാകിയായിരുന്നു. അത് കാട്ടിത്തരാം. കണ്ടോ, there is nothing. ഒന്നും മുളച്ചില്ല കേട്ടോ. അത് നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും 3 ആഴ്ചയായിട്ട് മുളയ്ക്കാത്ത ഇനി മുളയ്ക്കില്ലായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ചീറ്റ് ചെയ്തപ്പെട്ടു. സാരമില്ല, ഞാനോർത്ത് ഈ വേനലാകുമ്പോഴത്തേക്കും അത് നട്ട് അതെങ്കിലും ഉണ്ടാവുമല്ലോ എന്നോ. ഇനി നമുക്ക് ആകെപ്പാടെ ഉള്ളത് നമ്മുടെ ഈ ബീൻസ് പിരുപിരൂന്ന് കായ്ച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഒത്തിരിയൊന്നുമില്ല. അവിടെയുണ്ട് ചെറിയതുണ്ടാണ്, അതുള്ളൂ. ഇവിടെ കുറച്ച് കത്രിക്കയുടെയും വഴുതനയുടെയും ഒക്കെ തൈ നിൽക്കുന്നുണ്ട്. അതിനി വലുതായി കയറി വന്നു. പിന്നെ അവിടെ 2 വഴുതനങ്ങ കാട്ടിത്തരാം. ആ വഴുതനങ്ങ 2-3 ഉണ്ടാവും, അതുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഉണങ്ങി നിൽക്കണുണ്ടോ. കോവലും തക്കാളി, നമ്മുടെ ചതുരപ്പയറിൻ്റെ ഇതിൻ്റെ ചോട് നനയ്ക്കാറുണ്ടായിരുന്നു. പക്ഷെ മേളിൽ നിന്നുള്ള ചൂട് കൊണ്ടാട്ടോ ഇത് ഫുള്ള് പൊള്ളിപ്പോയത്. അപ്പം തീർന്നു, നമ്മുടെ പച്ചക്കറി എല്ലാം തീർന്നു.